ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ മാത്രമാണ് ബെറ്ററായിട്ട് ഇപ്പോൾ മോർണിംഗിൽ ബെറ്ററായിട്ട് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റുകൾ നാസ്ഡാക്കും അതുപോലെ തന്നെ S&P 500 ഒക്കെ പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം മൈക്രോസോഫ്റ്റ്, മെറ്റാ പ്ലാറ്റ്ഫോം, ആപ്പിള്, ആമസോണൊക്കെ പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ടെസ്ല പുതിയ 52 വീക്ക് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഹെഡ്ജ് ഫണ്ടുകൾ വലിയ രീതിയിൽ ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു ടെസ്ലയിൽ. ആ ഷോർട്ട് പൊസിഷൻ കവർ ചെയ്യുന്നതാണ് വലിയ രീതിയിൽ ടെസ്ലയുടെ സ്റ്റോക്ക് പ്രൈസിൽ വർധനവുണ്ടാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒപ്പം അമേരിക്കയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഇൻഫ്ലേഷൻ താഴെ വരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. ഇത് തീർച്ചയായിട്ടും US ഫെഡറൽ റിസർവിന് സെപ്റ്റംബർ മുതൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും കൂടിയുണ്ട്. ഈ ഒരു സെൻറ്റിമെൻറ്റും അമേരിക്കയിൽ പ്രിവെയിൽഡാണ്. ഒപ്പം നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച എല്ലാ കമോഡിറ്റികളും ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2392 പെർ ഔൺസിനാണ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് ജൂലൈ 23 അനൗൺസ്മെൻറ്റ് വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ Q1 റിസൾട്ടുകൾ ഈ ആഴ്ച മുതൽ പ്രമുഖ കമ്പനികൾ അനൗൺസ് ചെയ്തു തുടങ്ങും. 9-ാം തീയതിയാണ് ആദ്യത്തെ Q1 റിസൾട്ട് വരുന്ന ഡെൽറ്റ കോർപ്പറേഷനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-ാം തീയതി ടാറ്റ എലക്സി ഉണ്ട്. അതുപോലെ തന്നെ 11-ാം തീയതി നെൽക്കോ TCS ഉണ്ട്. 12-ാം തീയതി IRDA ഉണ്ട്. തീർച്ചയായിട്ടും ഈ റിസൾട്ടുകൾ തന്നെയാണ് മാർക്കറ്റിൽ ഈ സെക്ടർ സ്റ്റോക്കുകളുടെ ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നു. ഒപ്പം 12-ാം തീയതി HCL ടെക്കും ഉണ്ട്. HCL ടെക്കും TCSും അതുപോലെ തന്നെ IRDA ഒക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻ. IRDA ആണ് വാച്ചിൻ്റെ ഒരു സ്റ്റോക്ക്. റീസെൻ്റായിട്ട് IPO വന്നിട്ടുള്ള ഒരു ഗവൺമെൻറ് ഓൺഡ് NBFCയും കൂടിയാണ്. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാണ് ചാൻസസ് കൂടുതൽ. ഫർദർ ഈ ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട് റിസൾട്ടിന് ശേഷം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റെയ്മണ്ട് ആണ് ഒരു ഡീമർജർ വീണ്ടും അനൗൺസ് ചെയ്തത്. ഓൾറെഡി ഒരു ഡീമർജർ ഓൺഗോയിങ് ആണ്. ലൈഫ് സ്റ്റൈൽ 100 ഷെയറുള്ളവർക്ക് 80 ഷെയറാണ് റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ കിട്ടുക. അതിനുശേഷം വീണ്ടും ഡീമർജർ വന്നിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് 1:1 റേഷ്യോ ആണ്. അപ്പോൾ 100 ഷെയറുള്ള ആൾക്ക് 100 ഷെയർ വീണ്ടും ഡീമർജ് ചെയ്തിട്ട് കിട്ടുകയാണ്. ഭാവിയിലും ബാലൻസ് വരുന്ന റെയ്മണ്ടിൻ്റെ 2 ഡിവിഷൻസ് ഡീമർജ് ചെയ്യുന്നുള്ളൊരു ഹിൻ്റൊക്കെയാണ് മാനേജറിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും റെയ്മണ്ടിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കാരണം ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ഡിവിഷനൊക്കെ എക്സലൻറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഒപ്പം മറ്റ് സ്റ്റോക്ക് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ് ഡീമർജർ ആക്ടിവിറ്റീസ് ഓൺഗോയിങ് ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വേദാന്തനെ കുറിച്ചും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡീമർജർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡീമർജർ ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് വേദാന്ത ലിമിറ്റഡ്. നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കും കൂടിയാണ്. പക്ഷേ ഫർദർ ഡീമർജറിന് ശേഷം നമ്മൾ സം ഓഫ് ദ പാർട്സ് വാല്യുവേഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് ലഭിക്കുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം എവറി ക്വാർട്ടറിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. സിഗ്നേച്ചർ ഗ്ലോബൽ നമ്മുടെ തന്നെ ടോപ്പിക്കുകളൊന്നായിരുന്നു. റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. എക്സലൻറ്റ് Q1 സെയിൽസ് ഡാറ്റയാണ് പുറത്തു വിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിക്ക് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് ആണ് ബഡ്ജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗവൺമെൻറ് അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഹോട്ടൽ, അതുപോലെ തന്നെ ജൂനിപ്പർ ഹോട്ടൽ, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആയിരിക്കും. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ബാറ്റിൽ ടാങ്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സൊറാവാർ എന്ന് പറയുന്ന ഒരു ടാങ്ക് ആണ്. L&T ആണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ആർമിക്ക് 354 ലൈറ്റ് ടാങ്കുകളുടെ ഓർഡർ ഉണ്ട്. 59 ഓൾറെഡി മാനുഫാക്ചർ ചെയ്ത് ടെസ്റ്റിങ്ങിലാണ്. L&Tനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം പോസിറ്റീവാണ്. അതുപോലെ തന്നെ PC ജുവല്ലേഴ്സ്, PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗോ അഹെഡ് കൊടുത്തിട്ടുണ്ട് 1-time സെറ്റിൽമെൻറ്റ്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ബാങ്ക്രപ്റ്റായിട്ട് വളരെ പ്രോബ്ലം ഫേസ് ചെയ്തിരുന്ന ഒരു കമ്പനിയായിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്ക്. തീർച്ചയായിട്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. 1-time സെറ്റിൽമെൻറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ 60 ബ്രാഞ്ചുകളാണുള്ളത്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ബിസിനസ് പ്ലാനുകളൊക്കെയാണ് ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റ് പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്.
ടാറ്റ മോട്ടോഴ്സിൻ്റെ റിസൾട്ട് വരുമ്പോൾ JLRൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. വലിയ പ്രോഫിറ്റബിലിറ്റിയാണ് ഈ ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ബിഗ് ബ്ലോക്ക് ബോണസ് അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. നമ്മുടെ തന്നെ ഒരു റെക്കമെൻഡ് സ്റ്റോക്കും കൂടിയായിരുന്നു. ബോണസ് ഡിസിഷൻ വരെയാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ബിഗ് ബ്ലോക്കിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് വരെയാണ്. നമ്മൾ ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് ഒരു പ്രീ ബഡ്ജറ്റ് പിക്ക് കൊടുക്കുന്നുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ടെർമിനലിൽ കൂടി നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് പ്രീ ബഡ്ജറ്റ് പിക്കും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. റെഗുലേറ്റേഴ്സ് വലിയ രീതിയിലുള്ള സ്ട്രിഞ്ചൻ മെഷേഴ്സൊക്കെ വൊളാറ്റിലിറ്റി കണ്ടെയ്ൻ ചെയ്യാനും അതുപോലെ തന്നെ എക്സസീവ് പ്രൈസ് റേസിനൊക്കെ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ചെറുതായിട്ട് ഹയർ ലെവലിൽ വരാം. അപ്പോൾ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ ഹയർ ലെവലിൽ ഘട്ടം ഘട്ടമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ മാർക്കറ്റ് നല്ല വൊളാറ്റിലിറ്റി താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാത്രം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.